അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോക്സ് ടൈപ്പ് ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ കുറേ നോർമൽ ഫ്രെയിംസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഫോട്ടോ നല്ല 3D ലെവലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫ്രെയിമിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് A4 സൈസിലുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചതല്ല, പറഞ്ഞ് ചെയ്യിച്ചതാണ്. അതായത് ഈ ഒരു ഫ്രെയിമിൻ്റെ പ്രത്യേകത നമ്മളെ നോർമൽ ഫ്രെയിമിനേക്കാളും കുറച്ചും കൂടെ വിട്ട് കൂടിയതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫ്രെയിം ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അവർ ഗ്ലാസ് വിട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു നെയിൽസ് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളെ ചെറിയൊരു ആണിയില്ലേ, അത് വെച്ചിട്ട് അവരിങ്ങനെ ഇതാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ പേൾസിൻ്റെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യില്ലേ, അതൊക്കെ ഈ ഒരു സെയിം ഫ്രെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള വർക്കും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സീനറി, അതായത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് നമ്മളൊരു കപ്പിളിൻ്റെ ഫോട്ടോ, ഏത് കപ്പിളിനാണോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അവരെ ഫോട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. 2 സീനറി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതിലാണോ ഭംഗിയുള്ളത് അത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത, എല്ലാ ക്രാഫ്റ്റേഴ്സും ഓൾമോസ്റ്റ് ക്രാഫ്റ്റേഴ്സും നമ്മൾ ലേസ് പ്രിൻ്റ് ആയിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ എടുക്കാറ്. പക്ഷേ ഇതിൽ നമ്മൾ ഗ്ലോസി ഷീറ്റിൽ തന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നല്ല ഷൈനിങ്ങോട് കൂടി കിട്ടേണ്ടതാണ്. പിന്നെ നമ്മൾക്ക് എന്താണോ ഇതിൽ എഴുതാനുള്ളൊരു കോട്ട്, ഇപ്പോൾ ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് കപ്പിൾ കോഡ്സോ അങ്ങനെ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതിയിട്ട് അതും ഗ്ലോസിൽ തന്നെയാണ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളെ എന്താണ് ഹയാന ക്രാഫ്റ്റിൻ്റെ എംബ്ലോം കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ചെറുതാക്കി ഇങ്ങനെ വെച്ചു കൊടുത്താണ് സൈഡിലായിട്ട്. ഇനി നമുക്ക് ഈ ഒരു കപ്പിൾസിനെ നമ്മൾ കറക്റ്റ് ബോർഡറിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സമയമെടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലവർക്ക് നല്ല എക്സ്പെർട്ട് ആയിരിക്കും. നമ്മൾ എന്താണ് സിസർ വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മളുടെ കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും കട്ടർ യൂസ് ചെയ്യണവരെപ്പോഴും ശ്രദ്ധിക്കുക, എന്താണ് അതിൻ്റെ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, എപ്പോഴും അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പുതിയത് കട്ട് ചെയ്യുന്നതിനേക്കാളുമ്പോൾ ചിലപ്പോൾ തുരുമ്പൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മര്യാദക്ക് തന്നെ ഒന്ന് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഇതും സിസർ വെച്ച് കട്ട് ചെയ്യൽ നടന്നില്ല, ഇതെൻ്റെ ബ്രദർ ചെയ്തതെന്നാണ്. ആള് നമ്മളെ കട്ടർ വെച്ചിട്ട് നമ്മളുടെ ഞാൻ ഈ പറഞ്ഞ സംഭവം മനസ്സിലായില്ലേ, കട്ടർ ഓൾമോസ്റ്റ് എല്ലാവരിലും ഉണ്ടാവുന്ന തന്നെയാണ്. പേപ്പർ നമ്മളുടെ ബ്ലേഡ് കട്ടർ, ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ ഈ ഒരു സംഭവം, ഇതിൻ്റെ എഡ്ജിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പ്രാവശ്യം എടുക്കുമ്പോഴും ഓരോന്നിങ്ങനെ കളഞ്ഞിട്ട് വേണം, പുതിയ ലെവലിലാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ സിസർ വെച്ച് കട്ട് ചെയ്ത ഈ ലെവലിൽ കിട്ടില്ല, അങ്ങനത്തെ കട്ടർ വെച്ച് തന്നെ ഇങ്ങനത്തെ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ കപ്പിൾസിൻ്റെ ഫോട്ടോ എടുത്തു, അതുപോലെ തന്നെ ആ ഒരു കോട്ട് എഴുതിയിട്ടുള്ള പേപ്പറും കറക്റ്റ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഏത് സീനറിയിലാണ് ഇത് വെക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പിൻട്രസ്റ്റിൽ നമ്മൾ കളർ കൊടുത്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ടുകൾ സെർച്ച് ചെയ്ത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഡ്രസ്സിൻ്റെ കളർ നോക്കിയിട്ടാണ് ഏകദേശം ഞാൻ നോക്കിയത്. ഓരോരുത്തർക്കും ഓരോ തീമാർക്കും ഓരോ ഇതായിരിക്കും. അപ്പോൾ അവരെ ഇഷ്ടത്തിനുള്ള ഇതുകൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. ഈ ലെവലിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യം എന്താണ് ബാക്ക്ഗ്രൗണ്ട് വെക്കുക, പിന്നെ കപ്പിൾസിൻ്റെ ഫോട്ടോ നല്ല എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ, അതായത് എന്താണ് 3D പോലെ ആക്കി വെക്കുക. പിന്നെ നമ്മൾ ഈ കോട്ട് വെക്കുക. അപ്പോൾ എനിക്ക് മറ്റേ സീനറിനേക്കാളും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയത്. ഓക്കെ. കുറച്ച് പൂക്കളൊക്കെ ചാർപടിച്ചിട്ടുണ്ടെങ്കിലും കാണാൻ ഭംഗി ഉണ്ടായിരുന്നത് ഇതിൽ തന്നെ വെച്ചപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഫിക്സ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ എന്താണ് നമ്മളെ സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊതുവേ ഞാൻ ഇതിൻ്റെ ഗ്ലാസ് കഴുകാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം കഴുകാൻ പറ്റില്ലല്ലോ, നമുക്ക് പുറത്തേക്ക് എടുത്ത് കഴുകാനൊന്നും പറ്റില്ല. ഇനി നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സീനറി എന്ത് ചെയ്തെടുക്കുക, ഒന്ന് ഗം ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ നമ്മളുടെ എന്താണ് പൊതുവെ ഇത് ഈ പ്രിന്റ് എടുത്തിട്ടുള്ളത് A4 സൈസിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഫ്രെയിം കുറച്ചും കൂടെ A4 സൈസ് പറഞ്ഞെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ ഇത് കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മളതനുസരിച്ച് സെൻട്രൽ പോർഷൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കരുത്.
അതിൻ്റെ തൊട്ട് മേലേക്ക് കയറ്റിയിട്ട്, കാരണം താഴെ നമുക്ക് എന്താണ് ആ ഒരു കോട്ട് എഴുതിയിട്ടുള്ള വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ അത് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താണ് ആ ബോർഡിൻ്റെ കളറൊന്നും വരില്ല. അപ്പോൾ നമുക്ക് മേലേക്ക് കുറച്ചും കൂടി കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ ഗമ്മ് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇത് ഫെവിക്കോൾ ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗമ്മായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല, നമുക്ക് എന്താണ് തിന്നായിട്ടുള്ള നമ്മൾ ഡബിൾ ടാപ്പില്ലേ, അതായാലും വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവലിൽ തന്നെ അത് ഗം ചെയ്ത് കൊടുക്കുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതായത് കപ്പിളിനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ താഴെ തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ 3D ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മേലെ നമ്മളുടെ ഈ ഒരു കോട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കാം. ഫ്രെയിമിൽ ഫസ്റ്റും തന്നെ നമ്മൾ ഈ ഒരു കോട്ടാണ് ഫസ്റ്റ് വെക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ നെയിൽസ് വെച്ചിട്ട് അവർ ആ ഗ്ലാസ് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന തരത്തിൽ വേണം ഇതാക്കാൻ വേണ്ടിയിട്ടാ ഈ ഒരു പേപ്പർ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഒരു തെർമോക്കോള് ചെറിയ പീസ്, അതിൽ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു ലൈൻ പോലെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കപ്പിൾസിൻ്റെ ഫോട്ടോ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ ഇതുപോലെ എന്താണ് ഒരു ചെറിയ തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കപ്പിൾസിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കി വെച്ച് കൊടുക്കാം. എന്നാൽ നമുക്ക് ഇതുപോലെ വെക്കാം. ഇനി നമ്മൾക്ക് അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്തെങ്കിലും വരുമ്പോൾ ഇങ്ങനെ ചാഞ്ഞു പോകാണ്ടിരിക്കാനോ അല്ലെങ്കിൽ സൈഡിലേക്ക് പോവാണ്ടിരിക്കാനോ വേണ്ടിയിട്ട് ഒന്നില്ലേ നമ്മൾക്ക് ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തെർമോക്കോളായാലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മളെ കയ്യിലുള്ളത് ആ ഒരു സംഭവം, ഇത് എന്താണ് നമുക്ക് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ തെന്നി പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ബാക്കിലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഒരു ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് പകരം നമുക്ക് തെർമോക്കോളായാലും സെറ്റ് ചെയ്യാം. ഞാൻ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും, അതായത് രണ്ട് വശത്തായിട്ടും ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഉറപ്പിന് വേണ്ടിയിട്ട് വെച്ചതാണ്. എന്താണ് ഇത് അത്യാവശ്യം കട്ടിയുള്ള പേപ്പറിൽ തന്നെയാണ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഗ്ലോസി ഷീറ്റ് ആണല്ലോ, അപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്. എന്നാലും നമ്മളൊരു എന്താണ് ഒന്നും കൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ വെച്ചിട്ടുള്ള തെർമോക്കോൾ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തോട്ടോ താഴ്ഭാഗത്ത്. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് വേണമെങ്കിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ഒരു പീസ് തന്നെ തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റിക്കായി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സീനറി ബോർഡ് ഉണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ട് ബോർഡ്, അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് ഇത് ചെയ്ത് മേടിച്ചപ്പോൾ അവർ സ്ക്രൂകളും കാര്യങ്ങളും നമുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് ചെയ്തതിന് ശേഷമല്ലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓരോ സംഭവങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഹാമർ വെച്ച് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സാവധാനത്തിലൊക്കെ ചെയ്യുക. ഞാൻ കുറേ പേടിച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലോലി അടിച്ചു കൊടുത്താൽ മതി, വേഗം സെറ്റ് ആവുന്നുണ്ട് സംഭവം. അപ്പോൾ ചെറിയൊരു ആണി പോലെ തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാനിപ്പോൾ വെക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് നോക്കാം.
കേട്ടോ, സൂപ്പറായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല 3D ആയിട്ട് ശരിക്കും തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലം, അതായത് ഭയങ്കരമായിട്ട് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ സെറ്റായി കിട്ടാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടും സംഭവങ്ങളും റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതുപോലെ ഇനി വീഡിയോ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. തെർമോക്കോൾ പിടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.